ഞാനൊരു മുജാഹിദ് പ്രവർത്തകനാണ്. ഈ ചോദ്യം ഇവിടെ ചോദിക്കുന്നത് ഞാൻ ഒരു പണ്ഡിതനോ ഒന്നും ആയതുകൊണ്ടതല്ല. ഷഹറുൽ മുഹദ്ദിബിനകത്ത് തന്നെ 484 ഷഹറുൽ മുഹദ്ദിബ് 484 അതിനെ കുറിച്ച് സ്ത്രീ പള്ളി പ്രവേശനത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ചെക്ക് ചെയ്യേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് അത് മുസ്ലിയാക്കന്മാർ കേൾക്കേണ്ടതാണ്, നോക്കേണ്ടതുമാണ്. പിന്നെ ഒരു സെക്കൻഡ്, പരാമർശിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ എന്താണ് പരാമർശിച്ചത്? അറബി വായിക്കണ്ട, അതിൽ വിഷയം എന്താണ് പറഞ്ഞത് അതുകൂടി പറഞ്ഞാലല്ലേ മറുപടി. സ്ത്രീ പള്ളിയിൽ പോകുന്നതിന്റെ വിഷയത്തെ കുറിച്ച് അല്ല, വിഷയത്തെ കുറിച്ച് തന്നെ പറ്റുന്നോ പറ്റൂലെന്നോ അതാ ഞാൻ ചോദ്യം. അതേ പറ്റും, പിന്നെ പറ്റില്ല എന്നല്ലോ. അല്ല, പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയും, അതാ പറഞ്ഞത്. ചോദ്യം കഴിഞ്ഞോ? അടുത്തുണ്ട്. അപ്പൊ ഒന്നാമത്തെ ചോദ്യം അതാണ്. ഇതിൽ 2 ചോദ്യം ഉണ്ടായപ്പോൾ നിങ്ങൾ 2 ചോദിച്ചപ്പോൾ ഒറ്റൊന്നുള്ളൂ. സ്ത്രീകളുടെ പള്ളി പ്രവേശനം ചോദിച്ചുള്ളൂ, അതല്ല കബറിങ്ങ പോണത് 2 കൂടി. അതാ ഞാൻ പറയുന്നത്, സ്ത്രീകൾ പള്ളി പ്രവേശനത്തിന് പോകുമ്പോൾ ഒരു കാര്യം, ഒറ്റ വിഷയം ഒരു കാര്യം അറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തോ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെയോ സഹാബത്തിന്റെ കൂടെയോ സ്ത്രീകൾ പള്ളിയിൽ പ്രവേശിച്ചിട്ടുണ്ടോ, നമസ്കരിച്ചിട്ടുണ്ടോ? അത് ഒന്നാമത്തെ ചോദ്യമാണ്. ആരെങ്കിലും അങ്ങനെ നമസ്കരിച്ച അവരുടെ നമസ്കരിച്ച പോലാണ് അദ്ദേഹം പറഞ്ഞു. റെഡിയാണ്, ഇങ്ങനെ ചോദിക്കണം. കാരണം ഒരുപാട് ചോദിച്ചാൽ പിന്നെ മറുപടി പറയും കുറേ ദീർഘാവും. പിന്നെ ചിലപ്പോൾ 2 3 ചോദ്യം വരുമ്പോൾ ഒന്ന് വിട്ടുപോകും. പിന്നെ അതിന് മറുപടി പറഞ്ഞില്ല എന്ന് പറയും. അപ്പോൾ അതൊന്നും വേണ്ട, നേർക്കുനേരം അങ്ങനെ ചോദിക്കാം. ഒന്നാമത്തെ ചോദ്യം അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ സ്ത്രീകൾ പള്ളിയിലേക്ക് പോയിട്ടുണ്ടോ അല്ലെങ്കിൽ നിസ്കരിച്ചിട്ടുണ്ടോ എന്നാണ്. അത് ഹദീസിന്റെ കിതാബിലുണ്ടോ എന്നാണ്. നല്ല ചോദ്യമാണ്. ഉണ്ട് എന്നാണ് അതിൻ്റെ മറുപടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ സ്ത്രീകൾ പള്ളിയിൽ നിസ്കരിച്ചിട്ടുണ്ട് എന്ന് അതുകൂടി ചിന്തിക്കണം. എന്ന് ഇസ്ലാമിന്റെ ആദ്യ കാലത്ത് പഠിക്കണം. അത് പഠിക്കാത്തതുകൊണ്ടാണ് ഈ പ്രശ്നമൊക്കെ. ഇസ്ലാമിന്റെ ആദ്യ കാലത്ത് സ്ത്രീകൾ പള്ളിയിലേക്ക് പോയിട്ടുണ്ട്. അത് എല്ലാ ഹദീസ് കിതാബിലുള്ളതാണ്. അത് സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്, എല്ലാറ്റിലും ഉണ്ട്. അതിലാർക്കും സംശയമില്ല. ഞങ്ങളാരും അത് നിഷേധിച്ചിട്ടും ഇല്ല. ഇസ്ലാമിന്റെ ആദ്യ കാലത്ത് സ്ത്രീകൾ പള്ളിയിലേക്ക് പോയിട്ടുണ്ട്. ഞങ്ങളാരും അത് നിഷേധിക്കുന്നില്ല. എന്തിനായിരുന്നു ആ പോയിരുന്നത്? അതുപോലെ പെരുന്നാൾ നിസ്കാരങ്ങളിൽ, പെരുന്നാൾ ദിവസങ്ങളിൽ അള്ളാഹുവിന്റെ റസൂൽ സ്ത്രീകളോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിന്റെ ആദ്യകാലത്ത് സ്ത്രീകളോട് പറയുമ്പോ ബുഖാരിയിൽ കാണാം, ഹൈലുള്ള ആർത്തവമുള്ള സ്ത്രീകളോടും വരാൻ പറഞ്ഞിട്ടുണ്ട്. ആർത്തവമുള്ള സ്ത്രീകൾ നിസ്കരിക്കാനല്ല എന്ന് എല്ലാവർക്കും അറിയാലോ. പക്ഷെ അവരോട് വരെ വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിനാ അതൊക്കെ? ഇതൊക്കെ വരാൻ പറഞ്ഞത് അവിടെ ഇമാമികൾ അതിന്റെ വിശദീകരണം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്താ അവർ പറഞ്ഞത്? മുസ്ലിമീങ്ങളുടെ അംഗസംഖ്യ വർദ്ധിച്ചിട്ടുണ്ട് എന്ന് ശത്രുക്കളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് പെരുന്നാൾ ദിവസങ്ങളിൽ വരേക്കും മുസ്ലിം സ്ത്രീകളെ, ആർത്തവകാരികളെയും അല്ലാത്ത സ്ത്രീകളെയും ഒക്കെ വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവർ ആ പ്രാർത്ഥനകളിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിലൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. അപ്പൊ പങ്കെടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നാ പറയുള്ളൂ. അതെപ്പോ? ഇസ്ലാമിന്റെ ആദ്യ കാലങ്ങളിൽ സ്ത്രീകൾ പള്ളിയിലേക്ക് പോയിട്ടുണ്ട്. അതേ അവസരത്തിൽ പിന്നീട് ആ പോകുന്ന സമ്പ്രദായം നിർത്തൽ ചെയ്യപ്പെട്ടു. അതാ മനസ്സിലാക്കേണ്ടത്. പോയിരുന്ന കാലത്തെ കുറിച്ചാ നിങ്ങൾ ചോദിക്കണ്ട. നിങ്ങളെ ചോദ്യം കൂടി ഞാനാണ് പറഞ്ഞുതരാം. മുജാഹിദ് എല്ലായിടത്തും ചോദിക്കണ കാര്യമാണ്. സ്ത്രീകളെ പള്ളിയെ തൊട്ട് വിലങ്ങരുതേ എന്ന് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്ന ഹദീസുണ്ട്. ആ ഹദീസിനൊക്കെ ഇമാമുകൾ മറുപടി പറഞ്ഞിട്ടുമുണ്ട്. എന്താ അതൊക്കെ പറഞ്ഞതെന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസിന്റെ വചനം എല്ലാ പള്ളികളിലും സാർവത്രികമായി സ്ത്രീകൾക്ക് പോരാം വരാം എന്നല്ല. എന്താണ് അതിന്റെ അർത്ഥം? അതോ സ്ത്രീകൾക്ക് എല്ലാ പള്ളികളും കൂടി നിങ്ങൾ വിലങ്ങരുത്. എല്ലാ പള്ളിയും വിലങ്ങിയാല് മസ്ജിദുൽ ഹറാമും വിലങ്ങലാകും. അതൊരു പള്ളിയാണല്ലോ. അത് വിലങ്ങിയാലോ സ്ത്രീകൾക്ക് ഹജ്ജിനും ഉംറക്കും തവാഫ് ചെയ്യാൻ കഴിയാതെയാവും. അതുകൊണ്ട് അത് നിങ്ങൾ വിലങ്ങരുത്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു 1300 വർഷം മുമ്പ് എഴുതപ്പെട്ട ഗ്രന്ഥമാണ് ഇഖ്തിലാഫുൽ ഹദീസ് എന്ന ഈ കിതാബ്.
ഈ കിതാബിൽ ആ ഹദീസ് പറഞ്ഞ് അതിന് മറുപടി പറയാണ്. നോക്കുങ്ങൾ, ഇത് സുന്നി മുജാഹിദും കേന്നമ്മു സമസ്ത ഉണ്ടാകുന്നതിന്റെ മുമ്പത്തെ കഥയാണല്ലോ. 1300 കൊല്ലം മുമ്പ് രചിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഈ ഹദീസ് വിശദീകരിച്ച് ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ് എന്ന് പറയുന്ന ഹദീസ് വിശദീകരിച്ചുകൊണ്ടാണ് ഇമാം ഷാഫി പറയുന്നത്. അപ്പൊ സ്ത്രീകൾ പള്ളിയിലേക്ക് പോയിരുന്നു എന്ന് പറഞ്ഞാല് ആദ്യകാലത്ത് പോയിരുന്നു. അത് തന്നെ റസൂലുള്ളാഹിന്റെ ഭാര്യമാര് പോയിട്ടില്ല, പെൺകുട്ടികൾ പോയിട്ടില്ല, സേവകരായ സ്ത്രീകൾ പോയിട്ടില്ല, അഹ്ലുൽ ബൈത്തിൽപ്പെട്ടവർ പോയിട്ടില്ല, അവരാരും പോയിട്ടില്ല. ഇനി എന്താ ചോദിക്കാനുള്ളത് ചോദിച്ചാണ്. ആദ്യം ഉസ്താദ് ഇവിടെ വിശാലമായിട്ടൊരു പ്രസംഗം നടത്തുകയുണ്ടായി. അപ്പോ ആ ഉസ്താദിനെ ഈ വിഷയത്തെ കുറിച്ചൊന്ന് സംസാരിച്ചുകൂടായിരുന്നോ? ഈ വിഷയത്തെ കുറിച്ച് സംസാരിച്ചിട്ടില്ല. അതിനെ പോലെ ഉപമിച്ചാണ് സംസാരിച്ചത്. സ്ത്രീ മുജാഹിദ് മസ്ജിദുൽ നിറാർ എന്ന ഒരു പദം പോലും പ്രസംഗത്തിൽ പറഞ്ഞിട്ടേ ഇല്ല. ഇല്ലാത്ത നിങ്ങൾ പള്ളി അള്ളാഹുവിന് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ മനസ്സിൽ കരുതിയത് ഞാൻ പറയണമെന്ന് വിചാരിച്ചാൽ അത് നടക്കൂല. ഞാൻ പറഞ്ഞതുണ്ടെങ്കിൽ പറഞ്ഞോളൂ. മസ്ജിദുൽ നിറാർ എന്നുള്ള പദം പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ഇല്ലാത്തതിനാ ഞാനത് ഇവിടെ പറഞ്ഞിട്ടില്ല. പറയാറുണ്ടോ ഇല്ല എന്നുള്ളതല്ല, ഇവിടെ ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറയാത്ത കാര്യം പറയല്ലേ, ഉള്ളത് പറയും. ഇനി പറയും. അൽഹംദുലില്ലാ, അതൊന്നും വിഷയമില്ല സാർ, അതൊന്നും വിഷയമൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് അത് ആദ്യ നൂറ്റാണ്ടിൽ പോയിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹം സംഭവിച്ച കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ കാലഘട്ടത്തിൽ, സഹാബത്തിന്റെയും കാലഘട്ടത്തിൽ അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. ഇസ്ലാം റസൂലുള്ളാഹി തങ്ങളുടെ കാലത്ത്, ഇസ്ലാമിന്റെ ആദ്യകാലത്ത്, അപ്പൊ തന്നെ റസൂലുള്ളാഹി തങ്ങളുടെ ആ ജീവിതകാലത്ത് മുഴുവനും കൂടി അല്ല, ഇസ്ലാം തുടങ്ങുന്ന കാലത്ത്. ഇതാ ഞാൻ പറഞ്ഞത്. ഇസ്ലാമിന്റെ ആദ്യകാലം എന്ന് പറഞ്ഞാൽ അതാ. അല്ലാതെ റസൂലിന്റെ സ്വഹാബത്തിന്റെ കാലത്ത് അൽഹംദുലില്ലാ നിങ്ങൾ ചന്തിമ കൊട്ടാരായിട്ടില്ല. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലത്ത് ഉമർ ഫാറൂഖ് ഇല്ലേ ഇല്ല, നമസ്കരിച്ചിട്ടില്ല. അതുണ്ടാവും, ഇപ്പോഴും ഉണ്ടല്ലോ. എങ്ങനെ ഹജ്ജിന് വരും, ഉംറയ്ക്ക് വരും, അപ്പൊ തവാഫ് ചെയ്യും, അപ്പൊ സമയമാകും, അപ്പൊ ഒരു പക്ഷെ അവിടെ നിസ്കരിക്കും. ഇത് നിസ്കരിക്കാൻ വേണ്ടി വരികയല്ല, അത് നിങ്ങൾ ഓർക്കണം. നിങ്ങൾ ചിരിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് വിഷയം മനസ്സിലായിട്ടില്ല. അതാണ് ഞാൻ ഉദാഹരണം പറയാം. ഇപ്പൊ നമ്മളൊക്കെ ഹജ്ജിനും ഉംറയ്ക്കും ഇവിടുന്ന് പോകുന്നുണ്ട്. നമ്മളൊക്കെ ഇപ്പൊ മക്കത്തെ പള്ളിയിൽ പോയി നിസ്കരിക്കാൻ പോവാ. നമ്മളല്ല, സ്ത്രീകൾ അല്ല, അവർ നിസ്കരിക്കാൻ വേണ്ടി പോവല്ല, അവർ ഹജ്ജിനും ഉംറയ്ക്കും പോവുകയാണ്. ഹജ്ജും ഉംറയ്ക്കും പോകുമ്പോ തവാഫ് ചെയ്യുമ്പോ നമുക്കറിയാം, അപ്പോഴൊക്കെ തിരക്ക് എല്ലാവർക്കും അറിയാം, ഭയങ്കര തിരക്കാണ്. ഈ തിരക്കിൽ ബാങ്കിന് കൊടുത്ത സ്ത്രീ, പുരുഷന്മാർ ഒന്നാകെ എല്ലാ വാതിലുകളുടെയും ഉള്ളിലേക്ക് വരിക. അപ്പൊ ആ സ്ത്രീ ആ തവാഫ് കഴിഞ്ഞ് അങ്ങോട്ട് പോവുകയാണെങ്കിൽ പുരുഷന്മാരും സ്ത്രീയും കൂടി ഭയങ്കര കൂടിക്കലരലായിരിക്കും. അപ്പൊ ആ സ്ത്രീ അങ്ങോട്ട് പോകണ്ടെന്ന ഇസ്ലാമിന്റെ നിയമം. അവിടെ എങ്ങനെ മൂലക്കെ ഇന്ന് നിൽക്കിരിക്കേ, ചെല്ലിപ്പറയേ, ഖുർആനോദ് എന്താച്ചാ ആയിക്കോട്ടെ. അതാണ് നമ്മൾ പറയുന്നത്. അതല്ലാതെ പെണ്ണുങ്ങളൊക്കെ നിസ്കരിക്കാൻ പോവാ അല്ല, തവാഫ് ചെയ്യാൻ പോവാണ്. ഉംറ ചെയ്യണം, ഹജ്ജ് ചെയ്യണം, തവാഫ് ചെയ്യണം. അത് പുണ്യകർമ്മ, അത് സ്ത്രീകൾക്കും സുന്നത്താ. അത് ചെയ്യൽ മസ്ജിദുൽ ഹറാമിന്റെ ഉള്ളിലൂടെ ആയിരിക്കണം, അല്ലെങ്കിൽ അത് ശരിയാവൂല എന്നാ മസല. അത് നിങ്ങൾ പഠിക്കണം. അപ്പോ അത് ചെയ്യാൻ വേണ്ടി പോകുമ്പോ ചിലപ്പോ അവിടുന്ന് സ്വഹാബത്ത് നിസ്കരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മളെന്ന് നിസ്കരിക്കണില്ലേ, നമ്മളെ സ്ത്രീകളൊക്കെ. അതല്ല വിഷയം. നമ്മുടെ വിഷയം എന്താ? ജുമുഅക്കും ജമാഅത്തിനും വേണ്ടി സ്ത്രീകൾ പുറപ്പെട്ടു പോവുക. മുജാഹിദ് പെണ്ണുങ്ങളെ കയ്യും പിടിച്ച് പള്ളിയിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന ഈ പരിപാടി ഉണ്ടല്ലോ, ഇതിന് ഇസ്ലാമിൽ തെളിവുണ്ടോ ഇല്ലേന്നാ. നിങ്ങൾ നേരത്തെ ശറഹുൽ മുഹദബിൽ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ, അതെന്താണെന്നറിയോ? അതും ഞാൻ പറഞ്ഞുതരാം, നമ്മൾ മൂടി വെക്കുന്നില്ല. ശറഹുൽ മുഹദബിൽ ഇമാം നവവി അത് പഠിപ്പിച്ചിട്ടുണ്ട്. എന്താ പറയുന്നത്? ഒരു പെണ്ണ്, ഒരു സ്ത്രീ, അങ്ങനെ ഇപ്പൊ നമ്മൾ പറഞ്ഞ മാതിരി ഒരു പെണ്ണാണ് നിസ്കരിച്ചു നിൽക്കുക ജുമുഅ. നിസ്കരിച്ചാൽ നിബന്ധനകളെല്ലാം മേളിച്ചുകൊണ്ട് നിസ്കരിച്ചോ, നിസ്കരിച്ചാൽ ജുമുഅ സഹീഹാകും. അതിലാർക്കും തർക്കമില്ല. സഹീഹാവലൊന്ന് വേറെ, കുറ്റം കിട്ടലൊന്ന് വേറെ. ഇത് രണ്ടാണ്. ഇതൊന്നും ഉള്ള ഈ ഉസൂല് ഖവായിദ മുജാഹിദിന് നിങ്ങൾക്കല്ല കേട്ടോ, മുജാഹിദിന് ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടുത്തെ പ്രശ്നം. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം, പെട്ടെന്ന് നിങ്ങൾക്ക് തിരിയാൻ വേണ്ടി. രൂക്ഷമായ ജലക്ഷാമം വരികയാണ് അല്ലേ, അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. വെള്ളമില്ല ഒരു നാട്ടിൽ. അപ്പൊ ഒരാൾ കെട്ടിമറിഞ്ഞ് എവിടുന്നോ ദൂരത്ത് നിന്ന് ഒരു കിണറ്റിൽ നിന്ന് ഒരു കുടം വെള്ളേറ്റ് വരികയാണ്. ഇവിടെ ഞങ്ങൾ കുറച്ച് ആൾക്കാർ വെള്ളമില്ലാതെ പ്രയാസപ്പെട്ടിരിക്കുക. ഇനിയിപ്പോൾ എവിടുക്കാ വെള്ളത്തിന് പോകാൻ? അപ്പോഴാണ് ഇയാൾ വെള്ളം കൊണ്ട് വരുന്നത് ഇങ്ങനെ കണ്ടത്. ഈ കൂട്ടത്തിൽ മല്ലനായ ഒരാൾ ചെന്നിട്ട് അയാൾ ചെന്നിട്ട് തട്ടി രണ്ടാണ് കൊടുത്തിട്ട് പോകുന്നു പറഞ്ഞിട്ട് ഈ വെള്ളം തട്ടിപ്പറിച്ചു വാങ്ങി. ഇയാളിൽ നിന്ന് തട്ടിപ്പറിച്ച് ഇയാൾ ഇങ്ങനെ വിഷമനായി നോക്കുന്നു. എന്താ ഞാൻ ഇത്ര വിഷമിച്ച് കൊടുന്ന വെള്ളമുള്ള റബ്ബെ ഇയാൾ കൊണ്ടുപോകുന്നത്? എന്തോ ആവട്ടെ, അയാൾ വെള്ളം കൊണ്ടുവന്നു. ഈ വെള്ളവുമായി ഇയാൾ വന്നിട്ട് എന്താ ചെയ്യണത്? അയാളിൽ നിന്ന് സമ്മതമില്ലാതെ തട്ടിപ്പറിച്ച് കൊണ്ടുവന്ന വെള്ളം, ആ വെള്ളം കൊണ്ട് ഇയാൾ ഉളു എടുത്തു.
ഉളു എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫോൺ ചെയ്താൽ അപ്പം അത് മറുപടി കിട്ടൂല. അങ്ങനെ ഞാൻ പറഞ്ഞ മറുപടി ശ്രദ്ധിക്കണം. അടുത്ത ചോദ്യം ഫോണിൽ പിന്നെ നമുക്ക് ശ്രദ്ധിക്കത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങൾക്ക് അവസരം തരാം. അതിലെനിക്ക് പ്രശ്നമില്ല. ഇത് ഞാൻ പറയുന്ന മറുപടികൾ ശ്രദ്ധിക്കണം. അപ്പൊ അയാൾ ആ ഉളു എടുത്തു, ആ വെള്ളം കൊണ്ട് ഉളു എടുത്തു. ഉളു എടുത്താല് ഉളു സഹിയാകും. ശരിക്കും പഠിക്കണം. ഉളു സഹിയാകും എപ്പോ ആ നിബന്ധനകളൊക്കെ പാലിച്ച് വേണ്ടതുപോലെ എടുത്തിട്ടുണ്ടെങ്കിൽ ഉളു സഹിയാകും. പക്ഷെ ഈ ചെയ്യണ പണി ഹറാമാണ്. നോക്കിങ്ങൾ, വിഷയം ഹറാമാണ്. കാരണം അന്യന്റെ വെള്ളം സമ്മതമില്ലാതെ തട്ടിപ്പറിച്ചുകൊണ്ടാണ് ഇപ്പൊ ഉളു ഉണ്ടാക്കുന്നത്. ഈ പണി ഹറാമാണ്, പക്ഷെ ഉളു സഹിയാകും. ഇതുപോലെയാണ് ആ വിഷയം. സ്ത്രീ നിസ്കരിച്ചാൽ നിൽക്കാനും ശരിയാവൂലേ? നിൽക്കാനും ശരിയാവും. പക്ഷെ അവിടെ ആ പുറപ്പാട് അത് തെറ്റാണ്, അത് ഹറാമാകും. ഇതാണ് വിഷയം. ഇത് നിങ്ങൾ ഇനം തിരിച്ചു മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാത്തത് കൊണ്ടുള്ള കുഴപ്പമാണിത്. ഇത് രണ്ടും രണ്ടാ. അപ്പൊ ഷറഹുൽ മുഹദ്ദബിൽ പറഞ്ഞിട്ടുള്ളത്, മജ്മൂ അല്ലെങ്കിൽ ഷറഹുൽ മുഹദ്ദബ് എന്ന കിതാബിൽ പറഞ്ഞത് അതാണ്. സഹിയാവോ ആവൂലേ? ആകും. ചെയ്യുന്ന പണി കുറ്റം കിട്ടുമോ ഇല്ലേ? അത് വേറെ നോക്കണം. അതാണ് ഞങ്ങൾ പറഞ്ഞത്. ഈ പണി ഈ സ്ത്രീകൾ അന്യപുരുഷന്മാർ പങ്കെടുക്കുന്ന ജുമുഅ ജമാഅത്തുകളിലേക്ക് പുറപ്പെട്ടു പോകൽ ഹറാമാകുന്നു. ഇതാണ് നമ്മുടെ വിഷയം. ഇത് ഇനം തിരിച്ചു മനസ്സിലാക്കണം. ഇത് ഞങ്ങൾ മാത്രം പറഞ്ഞതല്ല. ഇത് നോക്കിക്കൾ, ഇത് ആരാന്നറിയോ? ഇതെല്ലാവരും കേൾക്കണം. മുജാഹിദ് ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ് ഇറങ്ങിപ്പോയോളും കേൾക്കണം. അതെന്താ? ഇത് ഹിജാബുൽ മർഅത്തിൽ മുസ്ലിമ ഫിൽ കിതാബി വസ്സുന്ന എന്ന പുസ്തകമാണ്. ഇത് ആരെഴുതിയതെന്നറിയോ? മുഹമ്മദ് നാസിറുദ്ദീൻ അൽബാനി എന്ന് പറയുന്നയാളാ. അദ്ദേഹം ആരാ? അദ്ദേഹം ആഗോള സലഫികളുടെ നേതാവാണ്. അൽമനാറിലും ഷബാബിലും എല്ലാ ഗ്രൂപ്പുകാരും മുജാഹിദ്, ഇപ്പൊ മുജാഹിദ് 8 ഗ്രൂപ്പാണ്. തൗഹീദിന്റെ പേരിൽ 8 ഗ്രൂപ്പായതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാ ഗ്രൂപ്പുകാരും സമ്മതിക്കുന്ന കാര്യമാണ് ഈ വ്യക്തിയെ. ആരെ? നാസിറുദ്ദീൻ അൽബാനി എന്ന് പറയുന്നയാൾ. വലിയ ഹദീസ് പണ്ഡിതനാണ്, സലഫി പ്രസ്ഥാനത്തിന്റെ നേതാവാണ് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തിയ വ്യക്തിയാണ്. അയാൾ എഴുതിയ പുസ്തകമാണ് ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ. നിങ്ങൾ കേൾക്കണം. ഈ പുസ്തകത്തിൽ ഇയാൾ പറയുന്നത് എന്താ? അതിന്റെ 75-ാമത്തെ പേജിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹദിയായ ആ അസ്മാ ബീവി അല്ലാത്ത ഉമ്മു ഹുമൈദിനി സഅദിയ റളിയല്ലാഹു അൻഹ ഉൾപ്പെടെയുള്ള സഹാബി വനിതകൾ വന്ന് ചോദിക്കാൻ, ഞങ്ങളും വരട്ടെ നബിയെ പള്ളിയിലേക്ക്? നിങ്ങൾ ശ്രദ്ധിക്കണം. റസൂലുള്ളാഹിനോട് വന്ന് ചോദിക്കാണ്. അപ്പൊ റസൂലുള്ള മറുപടി പറയുന്നത് എന്താ? സ്വലാത്തു യഹ്ദാകുന്ന ഫീ മിഖ്ദഇഹാ അഫ്ളലു മിൻ സ്വലാത്തിഹാ ഫീ ഹുജ്റതിഹാ വസ്വലാത്തുഹാ ഫീ ഹുജ്റതിഹാ അഫ്ളലു മിൻ സ്വലാത്തിഹാ ഫീ ദാരിഹാ വസ്വലാത്തുഹാ ഫീ ദാരിഹാ അഫ്ളലു മിൻ സ്വലാത്തിഹാ ഫീ മസ്ജിദി ഖൗമിഹാ വസ്വലാത്തുഹാ ഫീ മസ്ജിദി ഖൗമിഹാ അഫ്ളലു മിൻ സ്വലാത്തിഹാ മഈ. റസൂൽ പറയാ, മോളെ, എൻ്റെ ഈ മദീനത്തെ പള്ളിയിൽ വെച്ചുള്ള നിസ്കാരത്തെക്കാളും നിന്റെ കുടുംബങ്ങൾക്ക് വേണ്ടി ഒന്നിച്ച് നിസ്കരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പള്ളിയിൽ വെച്ചുള്ള നിസ്കാരത്തെക്കാളും നിന്റെ വീട്ടിന്റെ പബ്ലിക് റൂമിൽ വെച്ചുള്ള നിസ്കാരത്തെക്കാളും നിന്റെ വീട്ടിൽ നിന്റെ കുടുംബങ്ങൾ മഹാരിമുകൾക്ക് വേണ്ടി നിസ്കരിക്കാനുള്ള റൂമിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാളും നിന്റെ റൂമിൽ, നിന്റെ പ്രൈവറ്റ് റൂമിൽ വെച്ച് നീ നിസ്കരിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠമേറിയത്. ഖാല റസൂലുള്ളാഹി, അള്ളാഹുവിന്റെ റസൂൽ പറയാ. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് നാസിറുദ്ദീൻ അൽബാനി പറയുന്നതാണ് നമ്മുടെ പരാമർശം. മൂപ്പര് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. വമിൻഹു തഅലമു, അല്ല ഫഹുവ, ഈ ഹദീസ് യദുല്ലു, ഈ ഹദീസ് തെളിവാണ് അലാ അന്ന ഹാദൽ ഫദ്ല, ഈ മക്കത്തെ പള്ളിയിൽ വെച്ച് നിസ്കരിച്ചാൽ ഒരു നിസ്കാരത്തിന് 1,00,000 നിസ്കാരം, മദീനത്തെ പള്ളിയിൽ ഒരു നിസ്കാരത്തിന് 10,000 ഏറിയാൽ 10,000 നിസ്കാരത്തിന്റെ കൂലി. ഇതൊക്കെ ഖാസും ബിർരിജാലി, അത് പുരുഷന്മാർക്ക് മാത്രമേ ഉള്ളൂ. ദൂനൻ നിസാ, സ്ത്രീകൾക്ക് ഈ കൂലി ഇല്ല. മക്കത്തെ പള്ളിയിൽ 1,00,000 നിസ്കരിച്ച കൂലി പുരുഷന്മാർക്കേ ഉള്ളൂ, സ്ത്രീകൾക്കില്ല. കാന്തപുരം ഉസ്താദ് എഴുതിയതല്ല ഇത്. ആഗോള സലഫികളുടെ നേതാവാണെന്ന് കേരളത്തിലെ മുജാഹിദ് അംഗീകരിക്കുന്ന നാസിറുദ്ദീൻ അൽബാനിയുടെ ഹിജാബുൽ മർഅത്തിൽ മുസ്ലിമ ഫിൽ കിതാബി വസ്സുന്ന എന്ന പുസ്തകത്തിന്റെ 75-ാമത്തെ പേജിൽ നിന്നാ ഞാൻ ഉദ്ധരിക്കുന്നത്. നിങ്ങൾ കേൾക്കണം. എന്നിട്ട് കഴിഞ്ഞില്ല, അയാൾ പറയാണ്, സ്ത്രീകളുടെ നിസ്കാരം ഫീ ബുയൂതിഹിന്ന, അവരുടെ വീടുകളിൽ ഖൈറുൻ, അതാണ് ഖൈറ്, മിനസ് സ്വലാത്തി ഫീ മസ്ജിദിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ മദീനത്തെ പള്ളിയിൽ വെച്ചുള്ള നിസ്കാരത്തെക്കാളും സ്ത്രീകൾക്ക് നല്ലത് റൂമിൽ വെച്ചുള്ള നിസ്കാരമാകുന്നു. എന്നിട്ട് മൂപ്പര് പറയുന്നത് കേട്ടോളി, വമിൻഹു തഅലമു, ഇത് നിനക്ക് മനസ്സിലാക്കിയാൽ നിനക്ക് അറിയാൻ കഴിയും. ആരാ പറഞ്ഞത്? നിങ്ങളെ നേതാവ് പറയാണ്.
അല്ല, അതൊക്കെ എല്ലാവരും അങ്ങനെ പറയും. റസൂലുള്ളാഹി കുടുങ്ങണ നേരത്തെ എല്ലാവരും റസൂലുള്ളാഹിക്ക് തന്നെ ചാടുക. അതിരിക്കട്ടെ, അൽമനാർ ശബാബ് എഴുതിയതിന്റെ കയ്യിലുണ്ട്. എല്ലാ മുജാഹിദുകൾക്കും സ്വീകാര്യനായ വ്യക്തിയാണ് അൽബാനി. മുജാഹിദുകൾ എല്ലാവരും അതിലുണ്ട്. വേണമെങ്കിൽ ഞാൻ വായിച്ചു തരും, സമയമില്ലാത്തത് കൊണ്ടാവും. എന്നിട്ട് പറയുന്നത് കേട്ടോളി. അതിൽ നിന്ന് അറിയപ്പെടും. എന്താ അറിയപ്പെടുന്നത് കേൾക്കണം നിങ്ങൾ. സ്ത്രീകൾ പള്ളിയിൽ, മദീനത്തെ പള്ളിയിൽ, മക്കത്തെ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന പരിപാടിയുണ്ട്. നോക്കണം നിങ്ങൾ. ലാസിയമാഫി മൗസിമിൽ ഹജ്ജി, പ്രത്യേകിച്ച് ഹജ്ജ് വേളകളിൽ മദീനത്തെ പള്ളിയിലും മക്കത്തെ പള്ളിയിലും നിസ്കരിക്കാൻ വേണ്ടി ഇങ്ങനെ തിക്കും തിരക്കും കൂടുന്ന പരിപാടിയുണ്ട്. അത് മിമ്മാ യദുല്ലു അലാ ജഹ്ലിഹിന്ന ബിശ്ശർഇ, ആ സ്ത്രീകൾക്ക് ശരീഅത്തിനെ കുറിച്ച് വിവരമില്ല എന്നതിന്റെ തെളിവാകുന്നു. കാന്തപുര ഉസ്താദ് എഴുതിയതല്ലോ, അലബി സഖാഫി എഴുതിയതല്ല ഇത് ആഗോള സലഫികളുടെ നേതാവാണെന്ന് കേരളത്തിലെ മുജാഹിദുകൾ 8 ഗ്രൂപ്പും സമ്മതിക്കുന്ന നേതാവാണ് നാസിറുദ്ദീൻ അൽബാനി. അയാളുടെ സ്വന്തം ഗ്രന്ഥത്തിൽ നിന്നാ വായിക്കുന്നത്. അറബി അറിയുന്ന, ഹർക്കത്തിടാത്ത അറബി വാക്യങ്ങൾ വായിക്കാൻ കഴിയുന്ന മുജാഹിദുകൾ ഇവിടെ ഉണ്ടോ? അവർക്ക് ഇത് വന്ന് നോക്കാ, പരിശോധിക്കാ, ഉറപ്പുവരുത്താ. അലവി സഖാഫി പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ അത് കൈയോടെ പിടികൂടി മൈക്കയുടെ മുമ്പിൽ പറയാനുള്ള സ്വാതന്ത്ര്യം ഞാൻ കൊടുക്കും. പിന്നെന്താ ഇയാൾ പറയുന്നത് കേൾക്കണം. മിമ്മാ യദുല്ലു അലാ ജഹ്ലിഹിന്ന ബിശ്ശർഇ, പള്ളിയിലേക്ക്, മദീനത്തെ പള്ളി, മക്കത്തെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി പോകുന്ന ഈ പരിപാടി ഉണ്ടല്ലോ, അത് ശരീഅത്തിനെ കുറിച്ച് അവർക്ക് വിവരമില്ല എന്നതിന്റെ തെളിവാകുന്നു. അല്ലെങ്കിലോ അല്ലെങ്കിൽ ശരീഅത്തിന്റെ നിയമങ്ങൾ, ശരീഅത്തിന്റെ നിർദ്ദേശങ്ങളെ കാറ്റിൽ പറത്തുന്നു, അവഗണിക്കുകയാണ് എന്നതിന്റെ പേരിലുള്ള തെളിവാണത്. ലാസിയമാ, പ്രത്യേകിച്ച് വിശിഷ്യ ഹജ്ജ് വേളയിൽ ആണും പുരുഷനും, സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ കൂടിക്കലരുന്നു. ആ വേളയിൽ എന്തായാലും ഹറാമ് തന്നെ. സ്ത്രീകൾക്ക് പള്ളിയിൽ പോയി നിസ്കരിക്കാൻ അർഹതയില്ല. നിങ്ങൾ പറഞ്ഞ ഹദീസൊക്കെ പഠിച്ച ആളാ ഈ നാസിറുദ്ദീൻ അൽബാനി. അതിന് ടിപ്പണി എഴുതിയ ആളാ, അതിന് തഹ്ഖീഖ് എഴുതിയ ആളാ, അതിന് തഅലീഖ് എഴുതിയ ആളാണ് ഈ നാസിറുദ്ദീൻ അൽബാനി. അതൊക്കെ ഈ ഹദീസുകളൊക്കെ ഇയാൾ കൊണ്ടുവരുന്നുണ്ട്. അതൊക്കെ ഇയാൾ സമ്മതിച്ചിട്ടുണ്ടെങ്കിലും ആൾ പറഞ്ഞത് അവസാനതാണ്. സംഗതി അങ്ങനെയൊക്കെ ആണെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദീനത്തെ പള്ളിയിലോ മക്കത്തെ പള്ളിയിലോ സ്ത്രീകൾ പോയി നിസ്കരിക്കാൻ ശരീഅത്ത് അവർക്ക് അനുവാദം നൽകുന്നില്ല. അങ്ങനെ പോകുന്ന സ്ത്രീകളുണ്ടോ? അവർക്ക് ശരീഅത്തിന്റെ നിയമങ്ങൾ അറിയുന്നില്ല ഒന്നുകിൽ, അല്ലെങ്കിൽ ശരീഅത്തിന്റെ നിർദ്ദേശങ്ങളെ അവഗണിക്കുകയാണ്, കാറ്റിൽ പറത്തുകയാകുന്നു. ഞാൻ പറഞ്ഞതല്ല, മുജാഹിദുകളുടെ നേതാവ് നാസിറുദ്ദീൻ അൽബാനി അറബിയിൽ എഴുതിയ പുസ്തകത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പിന്നെ അതിന്റെ നിയമം എന്താ നിങ്ങൾക്കറിയാം. സമസ്തക്കാര് സുന്നികൾ മാത്രം പറഞ്ഞ സംഗതിയല്ല ഇത്. മുജാഹിദുകളും നേതാക്കളും കഥയുള്ളവരൊക്കെ ഇത് സമ്മതിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ അടുത്ത ചോദ്യം ചോദിച്ചോളി. ഓരോന്നോരോന്നാണ് റെഡി ആയാലേ പിന്നെ നമുക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സ്ത്രീകൾ പള്ളിയിൽ വരുന്നത് ജനങ്ങളുടെ ബാഹുല്യം അല്ലെങ്കിൽ ജനസംഖ്യ ബാഹുല്യം കാണിക്കാനാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു പണ്ഡിതന്മാർ വിശദീകരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്ത്, അല്ലാഹു റസൂലിന്റെ റിസാലത്തോടെ പൂർത്തീകരിച്ചു കഴിഞ്ഞതാ. അള്ളാഹു റസൂൽ ആ പ്രവാചകത്തിലൂടെ പൂർത്തീകരിച്ചല്ലോ. റസൂലുള്ളാഹിന്റെ വഫാത്തോട് കൂടി പൂർത്തീകരിച്ചു കഴിഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അതെന്തും എക്കാലത്തും നിലനിൽക്കുന്നതാ. ഒരിക്കലും അസ്ഥിരപ്പെട്ടു പോകേണ്ടതല്ല. ഇപ്പൊ ഇമാമുമാര് തന്നെ പല ഇമാമുമാർക്കും പല അഭിപ്രായങ്ങളുണ്ട് ഓരോ വിഷയത്തെ കുറിച്ചും. അങ്ങനെ ചിലർക്ക് ചില ഹദീസുകളോ ചില റിപ്പോർട്ടുകളോ കിട്ടാതെ വന്നിട്ടുണ്ടാകാം. അതിൽ നിന്നും പല പല വിഷയങ്ങളുണ്ടാകാം. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത്, അല്ലാഹു റസൂലിന്റെ കാലത്ത് സുബ്ഹി നമസ്കാരത്തിൽ സ്ത്രീകൾ പങ്കെടുത്ു. സഹീഹായിട്ടുള്ള ഹദീസാണ്. 578 എന്തുകൊണ്ട് അത് ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയാണോ? അതാ ഞാനും പറയുന്നത്. സുബ്ഹി നമസ്കാരത്തിൽ എന്നാണ് ഇസ്ലാമിന്റെ ആദ്യകാലത്താണ്. അപ്പൊ അല്ലാഹു റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിന് വേണ്ടേ? ആ ദീന് ഇന്നുണ്ടാവൂല. ഞാൻ പറഞ്ഞുതരാം. അതല്ലേ സുന്നത്ത്? അല്ല, ഒക്കെ സുന്നത്തല്ല. നിങ്ങൾക്ക് ഇസ്ലാമിന്റെ ആദ്യകാലം എന്താണെന്ന് തിരിണ്ടില്ല. ഞാൻ ഒരു തെളിവിന് വേഗം മനസ്സിലാക്കി തരാം. സഹീഹുൽ ബുഖാരിയാണ് എന്റെ കയ്യിൽ. ഇങ്ങോട്ട് നോക്ക്. അന്ന് സഹീഹുൽ ബുഖാരിയിൽ പറയാണ് ഇസ്ലാമിന്റെ ആദ്യകാലത്ത് നടക്കുന്നതൊക്കെ സുന്നത്തായി നിങ്ങൾ പറയുകയാണെങ്കിൽ സംഗതി കുടുങ്ങും. എന്താണെന്നറിയോ? അന്ന് കുറെ ആൾക്കാർ കള്ളു കുടിച്ചിരുന്നു.
അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഇസ്ലാമിന്റെ ആദ്യകാലത്ത് എല്ലാവർക്കും അറിയാം. കള്ളുകുടി നിഷേധിച്ചിട്ടില്ല. കള്ള് കുടിച്ച് ആടിയിട്ടാ പലരും നിസ്കരിച്ചിരുന്നത് എന്ന് ഹദീസിലില്ലേ? അപ്പൊ എന്നാ ആദ്യകാലത്തെ സുന്നത്തി നമുക്ക് വേണ്ട ചെന്നും കൊണ്ട് 10 മില്ലി അടിച്ചാന്ന് പറഞ്ഞാല് നിങ്ങൾ ഇങ്ങനെ ചോദിക്കാൻ വേണ്ട, നിങ്ങൾ ആടിയിട്ടല്ലേ അപ്പൊ ചോദിക്കുക. അപ്പൊ അതല്ല, അത് ഓരോന്നോരോന്ന് ഇസ്ലാമിൽ ആദ്യകാലത്ത് ഞാൻ നിർത്തുകയാണ്. ഇനി വേറൊന്ന് നോക്കി, കാനത്തിൽ കിലാബ്, ബുഖാരിയിൽ ഹദീസ് ഞാൻ വായിക്കാം. കാനത്തിൽ കിലാബു തുഖ്ബിലു വതുദ്ബിറു വതബൂലു ഫീ മസ്ജിദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പട്ടികൾ നായകൾ റസൂലുള്ളാഹിന്റെ മദീനത്തെ പള്ളിയിൽ, സ്വഹീഹുൽ ബുഖാരിന്നാ ഞാൻ വായിക്കുന്നത്. എന്തായിരുന്നു പള്ളികൾ? ഈ പള്ളികളിൽ റസൂലുള്ളാഹിന്റെ മദീനത്തെ പള്ളിയിൽ പട്ടികളും നായകളും ഇങ്ങനെ വന്നിരുന്നു, പോയിരുന്നു. തെബൂലും, അത് മൂത്രിക്കും ചെയ്തിരുന്നു. അപ്പൊ നിങ്ങളെ ചോദ്യം, അന്നത്തെ സുന്നത്തൊന്നും നിലനിർത്തണ്ടേ? ഞങ്ങൾ പട്ടികൾക്ക് വേറൊരു ഡോറുണ്ടാക്കി കൊടുക്കി വന്നിട്ട് പാത്തട്ടെ, എന്താ ഈ പറയണത്? അപ്പൊ അത് സഹോദരങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള കുഴപ്പാണ്. ഇസ്ലാമിൽ ആദ്യം കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അത് പലതും റസൂലുള്ളാഹി നിർത്തി. ആദ്യം നിരോധിച്ചത് പിന്നെ അനുമതി നൽകി, ആദ്യം അനുമതിച്ചത് പിന്നെ നിരോധിച്ചു. അങ്ങനെ പലതും ഉണ്ട്. അവസാനമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് അത് നിലനിൽക്കുന്നത്. അങ്ങനെയാണ്. അപ്പൊ പിന്നെ ആദ്യത്തേത് കൂട്ടൂല. റസൂലുള്ളാഹി തങ്ങൾ തന്നെ പറയുന്നത് നോക്ക് നിങ്ങൾ, കുന്തു നഹൈതുക്കും അൻ സിയാറത്തിൽ ഖുബൂർ. പണ്ട് ഖബർ സിയാറത്ത് റസൂൽ നിരോധിച്ചിരുന്നു. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞു അലാ ഫസൂറുഹാ, ഇനി ഞാൻ നിരോധനം എടുത്തു കളഞ്ഞു, നിങ്ങൾ സന്ദർശിച്ചോളൂ. നോക്കുങ്ങൾ. അപ്പൊ ആദ്യം നിരോധിച്ചത് കുറെ കാര്യങ്ങളുണ്ട്, പിന്നെ അനുമതി കൊടുക്കുകയാണ്. എന്നതുപോലെ ആദ്യം ഇസ്ലാമിൽ സ്ത്രീകൾക്കൊക്കെ വരാൻ അവർക്ക് അനുമതി ഉണ്ടായിരുന്നു. പിന്നെ റസൂൽ പറഞ്ഞു വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, നിങ്ങൾക്ക് നിങ്ങളെ വീടാണ് കുട്ടികളെ ഉത്തമം. ഞാൻ നേരത്തെ പറഞ്ഞു അസ്മാ ബിൻത് യസീദ് റളിയല്ലാഹു അൻഹ, ഇമാം ബൈഹഖി ഉദ്ധരിച്ച ഹദീസ് ഞാൻ വായിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് ചോദിക്കുക, നബിയെ ഞാൻ വരട്ടെ? ഞാൻ വിശദമായി നേരത്തെ പറഞ്ഞതാണ്. റസൂലുള്ളാഹിനോട് ചോദിച്ചു, നബിയെ ഞാൻ വരട്ടെ? ഞങ്ങൾ സ്ത്രീകൾക്ക് നിങ്ങൾ ആനുകൂല്യം തടഞ്ഞു വെക്കല്ലേ, പുരുഷന്മാർക്കല്ലേ പോരിശകളൊക്കെ കിട്ടുന്നത്, കൂലി കിട്ടുന്നത് എന്ന് ചോദിച്ചപ്പോ റസൂൽ പറഞ്ഞതെന്താ? നജ്ജിന് പോരുന്നല്ല, എന്റെ സുന്നത്തിൽ അത് ഉണ്ടല്ലോ എന്നല്ല പറഞ്ഞതെന്താ? ഇൻസ്വരിഫി അയ്യതുഹൽ മർആ, ഓ പെണ്ണേ നീ പോകൂ നിന്റെ വീട്ടിലേക്ക്. ഖാല റസൂലുള്ളാഹി, വരൂ പള്ളിയിലേക്ക് എന്നല്ല പറഞ്ഞത്. ഇൻസ്വരിഫി അയ്യതുഹൽ മർആ, പോകൂ പെണ്ണേ നിന്റെ വീട്ടിലേക്ക്. വഅലിമി മൻ ഖൽഫകി മിനൻ നിസാ, നീ പറഞ്ഞല്ലോ ഞങ്ങൾ സ്ത്രീകൾ യോഗം കൂടിയിട്ട് വന്നതാണ്. ആ യോഗം കൂടിയ സ്ത്രീകളെയൊക്കെ വഅലിമി, നീ അറിയിക്കുകയും ചെയ്തോന്നാ. വരണം എന്നല്ല പറഞ്ഞത്, വീട്ടിലിരുന്ന് കർമ്മങ്ങൾ ചെയ്തോളൂ, നിങ്ങൾ പള്ളിയിലേക്ക് വരണ്ട. അപ്പൊ ആദ്യകാലത്ത് അനുമതി കഴിഞ്ഞു. നോക്കണങ്ങൾ, പണ്ട് റസൂലുള്ള അനുമതി കൊടുത്തിരുന്നു, പിന്നെ പറഞ്ഞത് ഇല്ല, നിങ്ങൾ വീട്ടിലാണ്. എന്നാ പിന്നെ ഹജ്ജിനോ ഉംറക്കോ വന്നപ്പോ വല്ല പെണ്ണുങ്ങളും നിസ്കരിച്ചിട്ടുണ്ടാവും, അത് ഹദീസിലൊക്കെ ഉണ്ടേനും. അതുകൊണ്ട് എല്ലാ പെണ്ണുങ്ങൾക്കും ജമാഅത്തിനും പള്ളിക്ക് പോകാൻ കിട്ടുമോ? കിട്ടൂല. അതുകൊണ്ടാണ് സർവ്വ ഇമാമികളും, എന്തിനാ ഞാനും നിങ്ങളും വെറുതെ തർക്കിക്കണത്? സമസ്തി വെറുതെ തർക്കിക്കണത് എന്തിനാ? ഇതൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് 1300 കൊല്ലം മുമ്പ് രചിച്ച കിതാബല്ലേ ഇമാം ഷാഫിയുടെ ഈ കിതാബിൽ ഷാഫി ഇമാം എന്താ പറഞ്ഞത്? അന്നിപ്പോ മുജാഹിദ് സുന്നി എന്നുള്ള ഈ തർക്കം ഇല്ലാത്തൊരു കാലഘട്ടമാണല്ലോ. അന്ന് ഷാഫി ഇമാം ഇതിനെ കുറിച്ച് എഴുതിയില്ലേ, പെണ്ണുങ്ങൾ പള്ളിയിലേക്ക് വരേണ്ടതില്ല, റസൂലുള്ളാഹി തങ്ങൾ സമ്മതിച്ചിട്ടില്ല. വലൗ നോക്കി ഷാഫി ഇമാമിന്റെ ഉദ്ധരണി എങ്ങനെയാണ്? വലൗ കാന ലഹുന്ന ഫീ ദാലിക ഫദ്ലുൻ. എന്താ അതൊക്കെ അറബി അറിയോ നിങ്ങൾക്ക് എന്ന് എനിക്കറിയില്ല. അറബി അറിയില്ല, അതിന്റെ അർത്ഥങ്ങൾ അറിയുന്നവരോട് ചോദിച്ചു നോക്ക്. വലൗ കാന ലഹുന്ന ഫീ ദാലിക ഫദ്ലുൻ, സ്ത്രീകൾ പള്ളിയിലേക്ക് വരുന്നതിൽ എന്തെങ്കിലും ഒരു പുണ്യമുണ്ടായിരുന്നെങ്കിൽ, ഒരു ലെവലേശം പുണ്യമുണ്ടായിരുന്നെങ്കിൽ അമറൂഹുന്ന ബിഹി, സ്വഹാബത്തും താബിഈകളും അവരെല്ലാവരും സ്ത്രീകളെ പള്ളിയിലേക്ക് പോവാൻ കൽപ്പിക്കില്ലേ? അതിലവർ സമ്മതം കൊടുക്കുകയും ചെയ്യൂലേന്നാ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ചോദിക്കുക. നിങ്ങൾ ചിന്തിക്കണ്ടേ? അപ്പൊ നോക്കുക, ഇതിപ്പോ കേന്നമു സമസ്ത ഉണ്ടായുടെ കാലത്ത് എഴുതിയതല്ലോ. 1300 കൊല്ലം നമ്മളെ വല്ലിപ്പാര ജീവിച്ചിട്ടില്ല ആ കാലത്ത്. അന്ന് ഷാഫി ഇമാം എഴുതിയതാ. ഇതിപ്പോ ഷാഫി ഇമാമിന് കേന്നമിനോട് എതിർപ്പുള്ളത് കൊണ്ട് എഴുതിയതാണ് പറഞ്ഞതാന്ന് പറയാൻ പറ്റുമോ? അന്ന് കേന്നം എന്നല്ലല്ലോ, അതിപ്പോ ഇന്നലെ മിഞ്ഞാന്നുണ്ടായതല്ലേ ഏത്. അപ്പോ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അപ്പൊ അതിന്റെ അർത്ഥം ഇതൊക്കെ വിവാദം വെറുതെ ആക്കിയതാണ്. ഇനി എന്തിനപ്പോ ഞാൻ കൂടുതൽ പറയുന്നത്? മുജാഹിദ് പ്രസ്ഥാനം ഞാൻ പറഞ്ഞല്ലോ 924 രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയത്. ഇന്ന് സ്ത്രീകളെ പള്ളിയിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടില്ല. 20-ലും 25-ല് പറഞ്ഞിട്ടില്ല, 30-ല് പറഞ്ഞിട്ടില്ല, 35-ല് പറഞ്ഞിട്ടില്ല.
40-കൾക്ക് ശേഷം 50-ന്റെ അടുത്തല്ലേ സ്ത്രീകൾ പള്ളിയിലേക്ക് പോകണമെന്ന് പറഞ്ഞത്? ആരാ പറഞ്ഞത്? MCC അഹമ്മദ് മൗലവിയാ ബാധിച്ചത്. പള്ളിയിലേക്ക് പോകൽ നിർബന്ധമാണ് എന്നാ അന്ന് പറഞ്ഞത്. അപ്പൊ അതിനെ ഗണ്ണിച്ചത് അന്ന് ആരാ? EK ഹസൻ മുസ്ലിയാരാണോ? അല്ല. EK അബൂബക്കർ മുസ്ലിയാരാണോ? അല്ല. ശംസുൽ ഉലമ? അല്ല. പതി ഉസ്താദാണോ? അല്ല. കാന്തപുരം ഉസ്താദാണോ? അല്ല. അതിന് അന്ന് ആദ്യം ഗണ്ണിച്ചത് ആരാന്നറിയോ? അൽമനാറിന്റെ കയ്യിൽ ഇതാ, നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. ഇതിൽ PK മൂസ മൗലവിയുടെ പത്രാധിപത്യത്തിലുള്ള അൽമനാറിൽ ആദ്യമായി ലേഖനം എഴുതിയത് ആരാന്നറിയോ? ഗണ്ണിച്ചത് ആരാന്നറിയോ? ഉമർ മൗലവി എന്ന മുജാഹിദുകളുടെ പണ്ഡിത സഭയുടെ പ്രസിഡന്റായ വ്യക്തി ഉമർ മൗലവിയാണ് ലേഖനം എഴുതുന്നത്. എന്താ ലേഖനത്തിന്റെ പേര്? നിങ്ങൾക്ക് മലയാളത്തിലാണ്, നോക്കാം. MCC അഹമ്മദ് മൗലവിയുടെ പുതിയ വാദങ്ങൾ. എന്താ മൂപ്പര് പുതിയ വാദം പറഞ്ഞത്? സ്ത്രീകൾ പള്ളിയിലേക്ക് പോകണം. അത് പുതിയ വാദമാണ്, അതിന് തെളിവില്ല. ആരാ പറഞ്ഞത്? മുജാഹിദിന്റെ പണ്ഡിത സഭയുടെ പ്രസിഡന്റ് ഉമർ മൗലവി. ഇതാ ഞാനിത് വായിക്കുന്നു, എന്റെ കയ്യിൽ അൽമനാറാണ്, നിങ്ങളെ മുഖപത്രം. അത് വായിച്ചിട്ട് അവസാനം മൂപ്പര് എഴുതുക, ആകയാൽ നമ്മുടെ മൗലവി സാഹിബ് പറയുന്നത് പോലെ ചില ഉലമാക്കളല്ല, സകല ഉലമാക്കളും വുജൂബില്ല എന്ന് പറഞ്ഞവരാകുന്നു എന്ന് തെളിഞ്ഞു കഴിഞ്ഞു. ഉമർ മൗലവി പറയാ, MCC പറയാ പെണ്ണുങ്ങൾ പള്ളിയിൽ പോലെ വുജൂബാണ്. അത് വുജൂബില്ല എന്ന് എല്ലാ കിതാബിലും തെളിഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് നീ മൂപ്പര് പറയാ സുന്നത്തുണ്ടെന്ന് ഉലമാക്കൾ പറഞ്ഞു എന്ന് MCC മൗലവി സാഹിബ് വാദിക്കുന്നുണ്ട്. സുന്നത്താണിത്. എന്നിട്ട് ഉമർ മൗലവി ചോദിക്കാം, ഇമാമുകളുടെ കിതാബുകളിൽ നിന്ന് അത് ഉദ്ധരിച്ച് കാണിച്ചു തരുവാൻ MCC മൗലവിക്ക് സാധിക്കുമോ? ഇത് ഗണ്ണിക്കുന്നത് ആരാ? മുജാഹിദിന്റെ പണ്ഡിത സഭയുടെ പ്രസിഡന്റ്. ആരെ ഗണ്ണിക്കുന്നത്? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവ് സ്ത്രീകൾ പള്ളിയിലേക്ക് പോകണമെന്ന് പറഞ്ഞ MCC അഹമ്മദ് മൗലവിയെയാണ് ഗണ്ണിക്കുന്നത്. അറിയങ്ങൾ വർത്താനം ഈ കഥ ഒന്നും നിങ്ങളെയൊക്കെ ഉണ്ടാവില്ല. അന്ന് അയാൾ എഴുതിയ മുസ്ലിം സ്ത്രീകൾക്ക് അവകാശമുണ്ടോ എന്ന പുസ്തകം എന്റെ കൈവശമുണ്ട്. അതിൽ സ്ത്രീകൾക്ക് പള്ളിയിൽ പോകൽ നിർബന്ധമാണെന്നാ അന്ന് പറഞ്ഞത്. പണ്ട് ഇമാം ഷാഫി മാത്രമല്ല, മുജാഹിദുകളുടെ പ്രസിഡന്റായ ഉമർ മൗലവി വരെ ഇത് എതിർത്ത വിഷയ. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടി യോഗം കൂടി തീരുമാനിച്ചാൽ നമുക്ക് കൊണ്ടുപോകാ, ഇതപ്പ നല്ലത്, അങ്ങനെ തീരുമാനിച്ചാൽ മതി. അല്ലാതെ തെളിവിന്റെ അടിസ്ഥാനത്തിലൊന്നും അല്ല എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു വിഷയത്തെക്കുറിച്ച് ഉസ്താദ് സംസാരിച്ചപ്പോൾ കള്ളുകൂടി അന്ന് ഹറാമായിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഹറാമാക്കിയില്ലേ? അള്ളാഹു റസൂലിന്റെ വഫാത്തിന് മുമ്പ് തന്നെ അത് ഹറാമാക്കി കഴിഞ്ഞിരുന്നു. അപ്പൊ അതൊക്കെ ഇതിനകത്തെടുത്ത് ചർച്ച ചെയ്യപ്പെടേണ്ട ആവശ്യം, ആ ഒരു വിഷയത്തോടൊക്കെ ഊമിക്കുന്നത് നിങ്ങൾക്ക് തിരിയാത്തതുകൊണ്ടാണ്. അതായത് അതുപോലെ തന്നെയാണ് പള്ളി പ്രവേശനം. ആദ്യം സ്ത്രീകൾ പള്ളിയിലേക്ക് പോയിരുന്നു, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കള്ള് ഹറാമാക്കിയല്ലോ എന്നതുപോലെ പിന്നെ നബി തങ്ങൾ പറഞ്ഞു ബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന, മക്കളെ പെൺകുട്ടികളെ നിങ്ങൾക്ക് നിങ്ങളെ വീട് തന്നെയാണ് നിസ്കരിക്കേണ്ടത്. അപ്പൊ കണ്ടോ, നിങ്ങൾക്ക് രണ്ടും തുല്യത ഉണ്ട്. ഇതാ ഞാനും പറഞ്ഞ നിങ്ങൾക്ക് തിരിയാൻ കുറച്ച് വൈകി പോയി. 100 വട്ടം 916 ക്യാരറ്റുള്ള സഹയായ ഹദീസാണ്, യാതൊരു കുഴപ്പമില്ല. ഇയാളെന്നെ പറഞ്ഞിട്ട് നിങ്ങൾ അൽബാനി തന്നെ പറഞ്ഞിട്ടുണ്ട്. അൽബാനി മുജാഹിദുകൾ ആദരണീയനാണ്, നിങ്ങൾക്ക് അറിയില്ല. ഞാൻ തയ്യാ നിങ്ങൾ ഇത് ഞാൻ പഠിപ്പിച്ചു തരണം. സഹയാണ്, 100 വട്ടം സഹയാണ്. ഇബ്നു ഖുസൈമ സഹയാന്ന് പറഞ്ഞിട്ടുണ്ട്, ഇമാം നവവി സഹയാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പരമ്പര മൊത്തം സഹയാണോ? എല്ലാം സഹയാണ്, പരമ്പര മൊത്തം സഹയ്, അതിന്റെ പദം സഹയ്, സനദ് മുഴുവനും സഹയ്, എല്ലാവരും കൊണ്ട് സഹയാന്ന് സ്ഥാപിക്കാൻ ഞാൻ 100 വട്ടം തയ്യാറുമാണ്. അതിനെ കുറിച്ചൊക്കെ നമുക്കൊരു വാദപ്രതിവാദം നടത്തേണ്ടതായിട്ടുണ്ട്. അതല്ല, ഓരോ വിഷയത്തെക്കുറിച്ചും ഇതിനെക്കുറിച്ച് ഓരോ വിഷയത്തെക്കുറിച്ചും വാദപ്രതിവാദം നടത്തേണ്ടതായിട്ടുണ്ട്. അതിനൊന്നും വാദപ്രതിവാദം നടത്തണ്ട. നോക്കി അപ്പൊ തന്നെ നോക്കിയാൽ വിഷയം പരിഹരിച്ചില്ലേ? അതിന് വാദപ്രതിവാദം ചെയ്യണോ? വെറുതെ സമയങ്ങളിൽ സലാസുല്ലമി പണ്ട് പറഞ്ഞു അത് സഹിയല്ല. ഞാനും സലാസുല്ലമി ഏറ്റുമുട്ടി, കിതാബോട്ടാണ് ചോദ്യം. പിന്നെ മൂപ്പറ വൈക്കേ വന്നില്ല. സഹിയാന്നുള്ള വാദവും എതിർപ്പില്ല മൂപ്പർക്ക്. സലാസുല്ലമി അറിയാ കേരളത്തിലെ പണ്ട് പിളർന്നതിന് മുമ്പ് എല്ലാ മുജാഹിദുകൾക്കും ദുർവ്യാഖ്യാനം പഠിപ്പിച്ചു കൊടുത്തിരുന്ന ആളാ. ഞാൻ കിതാബോടി എത്തുമ്പോൾ പിന്നെ മൂപ്പറ പോക്ക് കണ്ടില്ല. അപ്പൊ ആ ജാതി ഒന്നും എന്നെ പേടിപ്പിച്ചണ്ട. വാദപ്രതിവാദം തന്നെ ഇമ്പാച്ചി കാണിക്കരുത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് പോയവരോട് പറഞ്ഞിട്ടുണ്ട്, അത് എന്നെ കൊണ്ട് ആവർത്തിപ്പിക്കരുത്. ചോദ്യങ്ങൾ വരട്ടെ, ചോദ്യം ചോദിക്കുക. ഓരോരോ കാര്യങ്ങൾ പഠിഞ്ഞു വരികയാണ്. സുന്നി സമുദായം, സുന്നി സമൂഹം, സുന്നികൾ എന്ന് പറഞ്ഞാൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് മുജാഹിദാണ്. ഇൻഷാ അല്ലാഹ് അതല്ല എന്റെ വിഷയം. സുന്നികൾ എന്ന് ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള മലയാളത്തിലൊരു പ്രയോഗമുണ്ട്. അതെന്താ അറിയോ? വേശ്യയുടെ ചാരിത്ര പ്രസംഗം എന്നൊരു പരാമർശമുണ്ട്. ഞങ്ങളെ കുറ്റപ്പെടുത്തല്ല.
മലയാളത്തിൽ നമ്മൾ പത്ര മീഡിയകളിൽ ഒരു പരാമർശമാണ്, ഒരു പ്രയോഗമാണ്. ഞാൻ കുറ്റപ്പെടുത്തിയല്ല. വേശ്യയുടെ ചാരിത്ര പ്രസംഗം എന്ന് അതുപോലെ കൂട്ടിയാൽ മതി. അതിപ്പോ അത്രേ ഉള്ളൂ. അത് കാര്യമാക്കണം. നിങ്ങൾ വിഷയം ചോദിക്കും. അത് ഈ സമൂഹത്തിന് മൊത്തം അറിയാവുന്ന എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അറിയില്ലേ? എല്ലാവർക്കും അറിയാം. നിങ്ങൾ ചോദിച്ചോ. എല്ലാവർക്കും അറിയാം. പാത്രമല്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല. ആരാ ചാരിത്രം ശുദ്ധീകരിക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാം. ഈ ഖബർ ഈ മഹാത്മാക്കളോട് ചോദിക്കുമ്പോൾ ചോദിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. മഹാത്മാക്കളോട് ചോദിക്കാം, അതിന് ഉത്തരം കിട്ടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു യാത്രാവേളയിൽ ഷാമിലേക്ക് പോയപ്പോൾ ആ യാത്രാവേളയിൽ ദൈർഘ്യം, വഴിദൂര ദൈർഘ്യം കുറച്ച് കിട്ടാൻ വേണ്ടി അള്ളാഹ് റസൂലിന്റെ ഖബറിലേക്ക് പോയി പ്രാർത്ഥിച്ചു എന്നൊക്കെ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അള്ളാന്റെ ഖുർആൻ ഫാത്തിർ, സൂറത്തുൽ ഫാത്തിർ 14 വ്യക്തമാക്കിയിട്ടുണ്ട്.